തുടരെ 2 ഹോം ടെസ്റ്റ് മാച്ചുകളിൽ തോൽവി. നാണക്കേടിന്റെ ആ റെക്കോർഡ് രോഹിത് സ്വന്തമാക്കുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെ കൃത്യമായ പ്ലാനിൽ കുരുക്കി പരമ്പരയിൽ ഇന്ത്യ ഒപ്പത്തിനൊപ്പം. ചലഞ്ചുകൾ ഒരുപാടുണ്ടായിരുന്നു. രോഹിത് എന്ന ക്യാപ്റ്റൻ പ്രതിരോധത്തിലാവുന്നത് പലതവണ കണ്ടു. എന്നാൽ തിരിച്ചു വന്ന രീതി ഏറെ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. 2 കീ പ്ലെയേഴ്സ് ഇഞ്ചുറി കാരണം പുറത്തായത് സെക്കൻഡ് ടെസ്റ്റിന് മുൻപ് തന്നെ ഇന്ത്യയെ തിരിച്ചടിച്ചിരുന്നു. വിരാട് കോഹ്ലി ഓൾറെഡി പുറത്തുമാണ്. ആദ്യ ഇന്നിംഗ്സിൽ ജയ്സ്വാളും സെക്കൻഡ് ഇന്നിംഗ്സിൽ ഗില്ലും ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തു. ബൗളിംഗിൽ ആദ്യം ബുംറയുടെ മാജിക്കൽ എഫേർട്ട്. ഫോർത്ത് ഇന്നിംഗ്സിൽ ബോളർമാർ ഒത്തൊരുമിച്ചും മുന്നേറി. ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം WTC പോയിന്റ്സ് ടേബിളിൽ ഇന്ത്യ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. എന്നാൽ ഈ ജയത്തോടെ ഓസ്ട്രേലിയക്ക് തൊട്ടുപിന്നിൽ രണ്ടാമതെത്താൻ രോഹിത്തിനും സംഘത്തിനുമായി. വെസ്റ്റ് ഇൻഡീസിനോട് അപ്രതീക്ഷിതമായി തോറ്റ ഓസ്ട്രേലിയയെ പെനാൽറ്റിയായി പോയിന്റുകൾ നഷ്ടമായതും തിരിച്ചടിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 15 മുതൽ 19 വരെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് തേർഡ് ടെസ്റ്റ്. 10 ദിവസത്തിലധികം ഇനി ബാക്കിയുണ്ട്. അടുത്ത 3 കളികൾക്കുള്ള സ്ക്വാഡിനെ ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. രവീന്ദ്ര ജഡേജ ബാക്കി മാച്ചുകൾക്കുണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട്. എന്നാൽ KL രാഹുൽ 3ാം ടെസ്റ്റിൽ തിരിച്ചെത്തിയേക്കും. അണ്ടർ പെർഫോമിംഗ് ആയ KS ഭരത്തിന് പകരം സർഫറാസ് ഖാനും സാധ്യതയുണ്ട്. വിരാട് കോഹ്ലിയിൽ നിന്ന് ഇനിയും അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ആദ്യ 2 ടെസ്റ്റുകളിൽ കളിക്കാനാവില്ലെന്നായിരുന്നു കോഹ്ലി ആദ്യം പറഞ്ഞിരുന്നത്. അടുത്ത 3 കളികളിൽ ജയിക്കാനായാൽ WTC ടേബിളിൽ വ്യക്തമായ മുൻതൂക്കം ഇന്ത്യക്ക് കിട്ടും. ഫോറിൻ ടൂറുകൾ വരാനിരിക്കെ ഓരോ ഹോം മാച്ചുകളും ഇമ്പോർട്ടന്റ് ആണ്. യുവതാരങ്ങളെ ശക്തമായി തന്നെ മത്സരശേഷം രോഹിത് പിന്തുണച്ചിരുന്നു. സമ്മർദ്ദമില്ലാതെ കളിക്കാൻ അവർക്ക് അവസരമൊരുക്കുമെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ പറഞ്ഞു. പുജാരയെ പോലുള്ള സീനിയർ താരങ്ങളുടെ തിരിച്ചുവരവ് വൈകുമെന്ന് തന്നെയാണ് ഇതിന്റെ സൂചന. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.